ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുക മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഫരിസയരായിട്ടുള്ളവര് ഈശോയുടെ അടുക്കൽ തർക്കിക്കാൻ വരികയാണ്. ഈ തർക്കിക്കാൻ വരുന്നതൊക്കെ തന്നെ അവനിൽ കുറ്റം ആരോപിക്കുക, അവൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ തർക്കിക്കുന്നതിനിടയ്ക്ക് ഈശോയോട് സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെടുകയാണ്. അടയാളങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. സ്വാഭാവികമായിട്ട് 2 തരത്തിലാണ്. ഒന്ന്, സ്നേഹം കൊണ്ട് ആവശ്യപ്പെടുക. തോമാസ് ലീഹ ആ രീതിയിലാണ് ഈശോയുടെ അടയാളം ആവശ്യപ്പെടുന്നത്. അവൻ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അടയാളം ആവശ്യപ്പെടുന്നുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. തിരുമുറിവുകൾ കാണാനായിട്ട്, ഈശോയുടെ തിരുമുറിവുകൾ കാണാനായിട്ട്, അത് മാത്രമാണ്. അത് ഇന്നും നമുക്കും കാണാൻ പറ്റും. ഇന്നും ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഈശോയിൽ നിന്ന് ഒരു അടയാളമൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈശോ ഒത്തിരി സ്നേഹിക്കുന്നതിൻ്റെ അടയാളം കൂടിയാണത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണത്. പക്ഷെ ഇവിടെ ദ സെർച്ച് ഫോർ എ സൈൻ. ഈ ഫരിസയർ വന്ന് സൈൻ ആവശ്യപ്പെടുന്നത്, ഒരു അടയാളം ആവശ്യപ്പെടുന്നത്, അത് സിൻസിയർ അല്ല, അത് അവനിൽ നന്മ കാണാനല്ല. അങ്ങനെയാണെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങൾ അതിനു മുമ്പ് അവൻ ചെയ്തത് ഇവർ കാണുന്നുണ്ട്. ഇവിടെ അവൻ ചെയ്യുന്നത് ഇപ്പം തന്നെ ആണെങ്കിൽ പോലും ഈ 8-ാം അധ്യായം 11 മുതലുള്ള വചനഭാഗങ്ങളിലാണ് ഇത് സംഭവിക്കുക. 1 മുതൽ നമ്മൾ കാണുന്നത് 4000 പേർക്ക്, അതിൽ പരം ആളുകൾക്ക് അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തു. അതിന് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെയാണ് ഈ സംഭവം നടത്തുക. അത്ഭുതങ്ങൾ അവർ കാണുന്നതാണ്. പക്ഷെ ആ അത്ഭുതങ്ങളൊക്കെ അവർ വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്നത് ഇവൻ പിശാചിൽ നിന്നാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നാക്കി തീർക്കുന്നുണ്ട്. പിന്നീട് പലയിടങ്ങളിൽ അത് പറയുന്നുണ്ട്. ഈശോയിലെ നന്മ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഈ മൊനവെച്ച് സംസാരിക്കാറുണ്ട്, നമ്മൾ കുത്തി സംസാരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ചില മൊനകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ സംസാരത്തിലൂടെ ഈശോയുടെ കുറവുകൾ കണ്ടെത്താനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത ഈ തലമുറയുടെ ഈ പരിസരത്തിന് മുമ്പിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. നമ്മൾ കാണുന്നത് 13-ാമത്തെ വചനത്തിൽ അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടവർ, ഏത് സമയത്തും അവനെ ചുറ്റിപ്പറ്റി നിന്നവർ ഒരുപക്ഷെ ഈ ഫരിസയരും നിയമജ്ഞരൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരിക്കൽ പോലും അവൻ്റെ ദൈവപുത്രൻ, അവർക്ക് എല്ലാവർക്കും ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ കൂടിരുന്ന സാധാ മനുഷ്യരെക്കാളും വ്യക്തമായിട്ട് അറിയാം ഇവൻ ദൈവപുത്രനാണ്, ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്നറിയാം. പക്ഷേ അവരുടെ പേഴ്സണലായിട്ടുള്ള കുറേ ഉയർച്ചകൾക്കും പദവികൾക്കും ഇവൻ തടസ്സം വരുമെന്ന് കണ്ടപ്പോഴാണ് ഇവനിൽ കുറ്റം ആരോപിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൽ, ഈശോയുടെ ആ പരസ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ അത്ഭുതം മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച, ചുറ്റും ഉള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് രോഗശാന്തിയും അപ്പം വർദ്ധിപ്പിക്കുക, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുവല്ലോ. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത ഈശോ ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിച്ചില്ല എന്നതാണ്. ഈശോ ഒരിക്കൽ പോലും അവന് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിച്ചില്ല. കുരിശിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്കും ഈശോയുടെ അടയാളങ്ങൾ ആവശ്യപ്പെടാം. അത് സ്നേഹത്തിൻ്റെ അടയാളമായിരിക്കണം. ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ, ഒത്തിരി ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയെ നീ എന്നെ കാണുന്നുണ്ട്, നീ എന്നെ തൊടുന്നുണ്ട്, അതെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈശോയോട് നമുക്ക് കലഹിക്കാം. അവരോട് നമുക്ക് അത്ഭുതങ്ങൾ ആവശ്യപ്പെടാം. ഈശോ അനുഗ്രഹിക്കട്ടെ.